ഹലോ ഫ്രണ്ട്സ്, എവരി പ്രോബ്ലം ഹാവ് എ സൊല്യൂഷൻ. എല്ലാ കാര്യത്തിലും പരിഹാരമുണ്ട്. ഞാനത് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു കാര്യം എടുത്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു കാര്യത്തെ ചൂണ്ടിക്കാട്ടി മാത്രം. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന ലാപ്ടോപ്പ് എൻ്റെ എഡിറ്റ് ജോലികൾക്കിടയിൽ ഇങ്ങനെ ഓഫ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. യാതൊരു വിധത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന രീതിയിലായി. ഞാൻ മനസ്സിൽ കരുതി, ദൈവമേ, ഇനി വേറെ സിസ്റ്റം വാങ്ങേണ്ടിയൊക്കെ വരും, അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിധമുള്ള സാധനങ്ങൾ വാങ്ങി വെക്കേണ്ടി വരുമെന്നൊക്കെ. പിന്നെ ഗൂഗിളിലൊക്കെ നോക്കി ലാപ്ടോപ്പിൽ പല സെറ്റിങ്സുകളൊക്കെ മാറ്റി മാറ്റി പരീക്ഷിച്ചു. നോ രക്ഷ. അതുമല്ല, കയ്യിലാണെങ്കിൽ സാമ്പത്തികവും ഇല്ല. ഞാൻ പിന്നെ കുറച്ചു നേരം കണ്ണടച്ച് മനസ്സിനോട് തന്നെ ചോദിച്ചു, അപ്പോൾ ദൈവം എന്തൊക്കെയോ പ്രവർത്തിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ എൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഹോസ്റ്റലിലെ ഡബിൾ ഡെക്കറാണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാലോ. സോ ഹോസ്റ്റലിലെ ആ ഡബിൾ ഡെക്കറിൽ ഏറ്റവും മുകളിലുള്ള ബെഡാണ് എനിക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത്. സോ അതായത് മുകളിലുള്ള സീലിംഗ് ഫാനിൻ്റെ കാറ്റ് നല്ല രീതിയിൽ ഞാൻ കിടക്കുന്നിടത്തേക്ക് ലഭിക്കുമെന്നർത്ഥം. ഞാൻ ഉടനെ തന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫാൻ അടിക്കുന്ന വശം, അതായത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ലാപ്ടോപ്പിനും കൂളിംഗ് പർപ്പസിന് വേണ്ടി കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ആ ഫാൻ അടിക്കുന്ന വശം ചൂടിനെ പുറത്തേക്ക് പുറന്തള്ളുന്നതിനായിട്ട് ഒരു വിടവും കമ്പനി നൽകാറുണ്ട്. ഞാനപ്പോൾ ആ ലാപ്പിൽ കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന വശം മുകളിലെ സീലിംഗ് ഫാൻ കറങ്ങുന്ന എനിക്ക് കാറ്റ് ലഭിക്കുന്ന ദിശയിൽ ലാപ്ടോപ്പിനെ ചരിച്ചങ്ങ് വെച്ചു. സോ മുകളിലെ സീലിംഗ് ഫാനിലെ കാറ്റ് നല്ല രീതിയിൽ അപ്പോൾ ലാപ്പിൻ്റെ ഉള്ളിലേക്ക് കിട്ടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ലാപ്പ് ചൂടാകുന്നത് കുറഞ്ഞു. നിങ്ങൾക്കറിയാലോ, ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങൾ AC-യിൽ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ എന്ന്. സോ എൻ്റെ ലാപ്പിൽ സംഭവിച്ചത് അത് തന്നെ ആയിരുന്നു. ലാപ്പിൽ കമ്പനി ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചൂടിൽ കൂടുതലായി കഴിഞ്ഞാൽ ലാപ്പ് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫായി പോവും. സോ അത് കമ്പനി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. സോ ചൂട് കൂടുതലാകുമ്പോഴായിരുന്നു എൻ്റെ ലാപ്ടോപ്പ് ഓഫായി പോയിക്കൊണ്ടിരുന്നത്. ഞാനത് നേരത്തെ ചെയ്ത പോലെ ലാപ്പിന് ഉള്ളിലേക്ക് കാറ്റ് കയറുന്ന വിധമുള്ള സംവിധാനം ഒരുക്കിയപ്പോൾ എൻ്റെ ആ ഓഫായി പോകുന്ന പ്രശ്നം അവിടെ തീർന്നു. ഇത് ഞാൻ എൻ്റെ ജീവിത സാഹചര്യം വളരെ തുറന്ന് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അതായത് നിരാശരാകാതെ അവസാനം വരെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കീഴടങ്ങാതെ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു കൊച്ചു കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒത്തിരി സെറ്റിങ്സുകളെല്ലാം ഞാൻ പരീക്ഷിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ മടുത്ത് ഇട്ടേച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പക്ഷേ ഞാനപ്പോഴും പിന്തിരിയാൻ തയ്യാറായില്ല. വീണ്ടും ശരിയാകുമെന്ന പ്രതീക്ഷയോടെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം എൻ്റെ ക്ഷമയും സമാധാനവും കഠിനാധ്വാനവും ചെയ്യാനുള്ള മനസ്സും കാരണം അവസാനം എൻ്റെ ഉദ്ദേശിച്ച കാര്യം വിജയകരമാവുകയും ചെയ്തു. സോ മോർ എക്സാമ്പിൾ തരണമെങ്കിൽ, ബൾബ് കണ്ടെത്തിയ എഡിസൺ, അദ്ദേഹം ഒരു 100 തവണയെങ്കിലും അതിനുവേണ്ടി പരീക്ഷണം നടത്തി കാണുമല്ലോ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ 99 പ്രാവശ്യം പരീക്ഷിച്ചിട്ട് ഒടുവിൽ 100ാം തവണയായിരിക്കും അദ്ദേഹം അതിൽ സക്സസ് ആയിരിക്കുക, അല്ലേ? ആയിരിക്കുകയല്ല, ആണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നാകും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്, അല്ലേ? കാരണമുണ്ട്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന പലരും ജീവിതത്തിൽ പലതും പരീക്ഷിച്ച് മടുത്തിരിക്കുകയായിരിക്കും എന്നെ. എനിക്കറിയാം അത്. ചിലപ്പോൾ ഒരു ഓഫീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പല ജോലിയും പരീക്ഷിച്ചിട്ട് ഒന്നിലും ഗതി പിടിക്കുന്നില്ല. ആകെപ്പാടെ തകർന്ന നൈരാശ്യഭാവത്തോടെയാകാം ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, മാറ്റി നിർത്തപ്പെട്ടവർ, അല്ലേ? എനിക്കറിയാം, ഇത് മനസ്സറിഞ്ഞ് കേൾക്കുന്ന ചിലരുടെ കണ്ണുകൾ ഒരു പക്ഷേ ഇപ്പോൾ ഈറൻ അണിഞ്ഞിട്ടുണ്ടാകുമെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈ വിങ്ങിപ്പൊട്ടാൻ പോകുന്ന ആ ഹൃദയത്തിനും ഇറ്റിറ്റ് വീഴുന്ന കണ്ണീരിനും ദൈവം പ്രതിഫലം കുറിച്ച് വെച്ചിട്ടുണ്ടെന്നേ. സത്യമാണ് ഞാനീ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. പക്ഷേ ദൈവത്തിന് ആ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് നിങ്ങളൊരു കാര്യം മാത്രം ദൈവത്തിന് കൊടുക്കണം: നിങ്ങളുടെ തകരാത്ത മനസ്സ്. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള മനസാന്നിധ്യം, പരാജയപ്പെട്ടാലും വീണ്ടും പരിശ്രമിക്കാനുള്ള ചങ്കൂറ്റം, ഇത്രയൊക്കെ നിങ്ങൾ സമർപ്പിച്ച ഞാൻ ഉറപ്പ് തരുന്നു, യു വിൽ ബി സക്സസ്ഫുൾ. ഗോഡ് നിശ്ചയിച്ച സമയത്ത് അത് നിങ്ങളുടെ അരികിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്.